നമ്മൾ 30-50 സ്പീഡിൽ ഇതിനിടയിൽ ഗിയർ ഷിഫ്റ്റുകൾ കൊണ്ടുവരണം. എഞ്ചിനിൽ 3-വേ കാറ്റലിക് കൺവേർട്ടർ കൊടുത്തു. അപ്പോൾ എമിഷൻ 799 സീറ്റ് ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫായിട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ള വാഹനം ഇത് ഫസ്റ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ ഓടി വരുന്നൊരു ഗാനമുണ്ട്. നമ്മുടെ ഫാസിൽ സാറിൻ്റെ കുഞ്ചാക്കോ സാറിൻ്റെ ഒക്കെ 90-ൽ ഇറങ്ങിയ ഒരു രാജമല്ലി വിടരുന്ന പോലെ ആ ഗാനത്തിലൂടെയാണ് ശരിക്കും ഈ വാഹനം നമ്മളൊക്കെ ഓർക്കുന്നത്. ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 94-ൽ ഹീറോ ഹോണ്ട ടൈപ്പുള്ള സമയത്ത് ഇറങ്ങിയ വണ്ടിയാണ്. അതായത് ആ സമയത്ത് നിന്നല്ല, എക്കാലത്തും വർഷത്തിൽ ലക്ഷങ്ങളോളം വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴും നമ്മുടെ കേരളക്കാർ കുറച്ച് സ്കൂട്ടറുകളോടാണ് കൂടുതൽ താല്പര്യമെങ്കിലും ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ വളരെയധികം സെയിൽ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നൊരു വാഹനമാണ്. ഹീറോ എന്ന ലോകത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന കമ്പനിയുടെ ഒരു പ്രധാന തുറുപ്പുചീട്ട് കൂടിയാണ് ഈ വണ്ടി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പുതുമയുള്ള വണ്ടിയല്ല, എല്ലാവർക്കും കണ്ട് പരിചയമുള്ള വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഇതെടുത്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്രോളും ഡീസലിനൊക്കെ നല്ല വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൈലേജുള്ള വണ്ടിയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇത് നല്ല അടിപൊളി യൂസ് ചെയ്യാൻ പറ്റിയത്, അതായത് മൈലേജിൻ്റെ കാര്യത്തിൽ അത്യുഗ്രൻ മൈലേജ് തരുന്നൊരു വാഹനം കൂടിയാണിത്. ഹീറോ ഹോണ്ട ആയിട്ട് 94-ൽ ജനിച്ചു. പിന്നെ അതിനുശേഷം ഹീറോയും ഹോണ്ടയും സെപ്പറേറ്റായി മാറിയതിൻ്റെ ശേഷം ഇപ്പോൾ വെറും ഹീറോ പ്ലസ് ആയിട്ട് ഇന്ത്യയിൽ വിപണിയിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹീറോ സ്പ്ലെൻഡർ പ്ലസ്. ഈ വണ്ടിയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ശരിക്കൊരു അത്ഭുതപ്പെടുത്തുന്ന ബൈക്കാണ് കേട്ടോ. കാരണം 94-ൽ ലോഞ്ച് ചെയ്തിട്ട്, 94 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന കാലമാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ആ സമയത്ത്. അപ്പോൾ 94-ൽ ലോഞ്ച് ചെയ്ത അതേ രൂപത്തിലും ഭാവത്തിലുമാണ് ഇപ്പോഴും ഇത് ഇറക്കുന്നത്. അത് ശരിക്കും ഈ വണ്ടിൻ്റെ ഒരു സിംപ്ലിസിറ്റി അത്രയധികം ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അർത്ഥമാണത്. എന്ന് മാത്രമല്ല, ഈ ബൈക്കിനെ മറ്റ് ബൈക്കിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ മൈലേജ് ഒരു ഘടകമാണെങ്കിൽ മറ്റ് 2 ഫാക്ടേഴ്സാണ് വളരെ ഇമ്പോർട്ടൻറ്റ്: റിലയബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാണാം ഒരു ഫാമിലിയിലുള്ള ഒരു 5 പേര്, 2 പാരൻസ്, 3 കുട്ടികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ലഗേജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറി സാധനങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഹെവി ആയിട്ട് ലോഡ് കൊണ്ടുപോകുന്ന വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാരണം ഇതിൻ്റെ മാക്സിമം സ്ട്രെച്ച് ചെയ്താണ് അവരൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മാക്സിമം ലോഡ് കൊടുത്ത് തന്നെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡ്യൂറബിലിറ്റി, എന്നിട്ടും ലോങ് ലൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ക്വാളിറ്റിയും കൂടി ഈ വണ്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഈ വണ്ടിയോട് ഇത്രയധികം താല്പര്യം ആളുകൾക്ക് വന്നു തുടങ്ങിയത്. കാരണം ഇന്ത്യക്കാരെ എപ്പോഴും പ്രാക്ടിക്കാലിറ്റി നോക്കുന്ന ആളുകളാണ്. ആ ജാപ്പനീസ് ക്വാളിറ്റീൻ്റെ കയ്യൊപ്പ് എല്ലാ ഭാഗത്തും, എഞ്ചിനാണെങ്കിലും ബോഡി പാർട്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കും. 90കളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ജനപ്രിയമായിട്ടുള്ള ഹീറോ ഹോണ്ട CD100ൻ്റെ പിൻഗാമിയായിട്ടാണ് 94-ൽ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ കൊണ്ടുവന്നത്. പിന്നീട് 2004, 2007, 2011 3 പ്രാവശ്യം വിവിധ തരത്തിലുള്ള ഫേസ് ലിഫ്റ്റുകൾ കൊണ്ടുവന്നു. ഹീറോയും ഹോണ്ടയും സെപ്പറേറ്റ് ആയതിൻ്റെ ശേഷം ഹീറോ സ്പ്ലെൻഡർ ഐസ്മാർട്ട് എന്നുള്ള വണ്ടി 2014-ലാണ് ലോഞ്ച് ആയത്. ഇന്ന് നമ്മളെ കൂടെയുള്ളത് ഹീറോ സ്പ്ലെൻഡർ പ്ലസിൻ്റെ ബ്ലാക്ക് എഡിഷനാണ്. ബ്ലാക്ക് ആക്സൻ ക്യാൻവാസ് എന്നുള്ള പേരിൽ ഈ ബ്ലാക്ക് എഡിഷൻ്റെ പ്രത്യേകത കസ്റ്റമൈസബിൾ ആണ്. ഇതിൻ്റെ സ്റ്റിക്കറിൽ 5 തരത്തിൽ 5 കളർ പാറ്റേൺസിൽ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്ത് വണ്ടി ഇറക്കാൻ പറ്റും. 165 mm ഗ്രൗണ്ട് ക്ലിയറൻസും 799 mm സീറ്റ് ഹൈറ്റും വരുന്ന ഈ ബൈക്കിൻ്റെ കർവ് വെയിറ്റ് വരുന്നത് 112 കിലോ ആണ്. 2000 mm ലെങ്ത്തും 720 mm വിഡ്ത്തും 1052 mm ഹൈറ്റുമുള്ള ഈ ബൈക്കിൻ്റെ വീൽ ബേസ് വരുന്നത് 1236 mm ആണ്. എത്ര ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സ് ആണെങ്കിലും വളരെ അനായാസം ഓടിക്കാൻ കഴിയും എന്നാണ് ഈ ബൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതൊരു ബ്ലാക്ക് എഡിഷൻ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ബ്ലാക്കാണ്. അലോയ്സും ടാങ്കും സീറ്റും എല്ലാം ബ്ലാക്കാണ്. ടാങ്കിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ആ ഹീറോൻ്റെ സ്റ്റിക്കർ മാത്രം കാണാം. ഈ സ്റ്റിക്കർ നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. 5 കളർ പാറ്റേൺസിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
ടാങ്കിലെ ലിഡൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യം ഇറങ്ങിയ സ്പ്ലെൻഡർ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെയാണ് ടാങ്കിൻ്റെ ലിഡൊക്കെ വരുന്നത്. നമ്മൾ ഇങ്ങനെ തിരിച്ച് ആ ത്രെഡ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ ശരിക്കും ആ ഒരു പഴയൊരു ഫീലാണ് നമ്മളിപ്പോൾ ആ ഒരു പഴയ വണ്ടിയാണ് ഓടിക്കുന്നതെന്നുള്ള ഒരു ക്ലാസിക് ഫീല്. ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ ഒരു ഐസ് ക്യൂബിൻ്റെ ഷേപ്പിലുള്ള ഡൂമും വൈസറും ചെരിഞ്ഞിരിക്കുന്ന വൈസറും പിന്നെ ഒരു ക്യൂബിക്കൽ ഷേപ്പിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്ന ഹെഡ്ലൈറ്റിൽ 35 വാട്ടിൻ്റെ ഹാലജൻ ബൾബാണുള്ളത്. റിയർ ടെയിൽ ലാമ്പും ഒരു ബോക്സി ഷേപ്പാണ്. അതുപോലെ തന്നെ ബാക്കിലെയും ഫ്രണ്ടിലെയും ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐസ് കട്ടടൊക്കെ രൂപത്തിലുള്ള പ്രത്യേക ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. അതും നമുക്ക് സ്ട്രെച്ചബിൾ ആണ്, നമുക്ക് മടക്കാനൊക്കെ പറ്റും. പിന്നെ എല്ലാ ലൈറ്റുകളും ബാക്കിലും ഫ്രണ്ടിലും എല്ലാ ലൈറ്റുകളും ബൾബാണ്, ഒന്നിലും LED വന്നിട്ടില്ല. താഴെ ഇവിടെ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ലൈറ്റ് കയറ്റാവുന്നേ ഉള്ളൂ. ഇവിടെ താഴെ സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും അതിൻ്റെ താഴെ i3S എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഈ i3S ഹീറോയിൽ വരുന്ന ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചറാണ്. നമ്മുടെ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങളിൽ വരുന്ന നമുക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഫ്യൂവൽ കൺസംഷൻ സേവ് ചെയ്യാൻ വേണ്ടി ട്രാഫിക്കിലൊക്കെ വണ്ടി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സൈഡായിട്ട് ഒതുക്കിയൊക്കെ നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ ഓഫ് ആവുകയും പിന്നെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ ഓൺ ആയി വണ്ടി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. ഇതിനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ബട്ടൺ, ഈ ഫീച്ചർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളൊരു ബട്ടൺ ഹാൻഡിലെ റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ കളർ ബട്ടണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് യൂട്ടിലിറ്റി ബോക്സ് കാണാം. അതിന്മേ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ, അതായത് BS6 വന്നതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നെ നമുക്കിത് താക്കോയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടൂൾ കിറ്റ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ബ്രേക്ക് പെഡലും എൻജിനും അടുത്തടുത്തായതുകൊണ്ട് എൻജിൻ്റെ ചൂട് തട്ടി കാലിന് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൽ ക്രോം പ്ലേറ്റർ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡും ഉണ്ട്. ഇത് ഇപ്പോഴത്തെ കാലത്ത് അധികം ബൈക്കിലൊന്നും കണ്ടുവരാറില്ല. ഇപ്പോൾ എല്ലാ ബൈക്കുകളിലും സിംഗിൾ ഗിയർ ലിവറാണ്. ഈ ബൈക്കിൽ ഇപ്പോഴും ആ ഒരു പഴയ 2 ഫ്രണ്ടിലോട്ടും ബാക്കിലേക്കും മാറ്റാൻ പറ്റുന്ന ഗിയർ ലിവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടി ഒരു റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണെന്ന് പറയാൻ കാരണം നമുക്ക് ഇവിടെ ഒരു ഫീച്ചറും കാണാം. അതായത് മെറ്റാലിക് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, അതിൻ്റെ കൂടെ തന്നെ ഒരു കാരിയറും കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകാനും കഴിയും എന്നുള്ളൊരു ഫീച്ചർ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ കാരിയർ തരുന്നു. ഇന്ത്യയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട സാരി ഗാർഡും ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. എക്സോസ്റ്റിലെ ഗാർഡും കൂടി ക്രോമിയം ഫിനിഷിംഗ് ആക്കിയപ്പോൾ ബ്ലാക്ക് വണ്ടിയിൽ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. 97.2 cc 2 വാൾവ് 4 സ്ട്രോക്ക് എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ BS6 വരുന്ന എഞ്ചിനാണിത്. BS6 എമിഷൻ നോംസിലെ പെർഫെക്ഷന് വേണ്ടിയിട്ട് എഞ്ചിനിൽ 3-way കാറ്റലിക് കൺവേർട്ടർ കൊടുത്തു. അപ്പോൾ എമിഷൻ വളരെയധികം കുറവാണ്. 16ഓളം സെൻസറുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം പണ്ടൊരു കാർബറേറ്റർ സിസ്റ്റം ആയതുള്ളത് ഇപ്പോൾ BS6 ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. 8000 RPM 8 PS പവറും 6000 RPM 8 Nm ടോർഗുമാണ് പവർ ഔട്ട്പുട്ട്. 4 ഗിയർ ട്രാൻസ്മിഷനുള്ള ഈ എഞ്ചിനുള്ള മൈലേജ് കമ്പനി പറയുന്നത് 90 ആണെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ ഒരു 85 റേഞ്ചിൽ തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. എൺപത് ബൈ 100 18 ഇഞ്ചിൻ്റെ ടയറും അലോയ്സുമാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. 130 mm ഡ്രം ബ്രേക്കോട് കൂടിയ 60-40 റേഷ്യോയിൽ വരുന്ന ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം അഥവാ കോംബി ബ്രേക്ക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ടയറും അലോയ്സും ഡ്രം ബ്രേക്ക് സിസ്റ്റവും ഫ്രണ്ടിൽ അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന സസ്പെൻഷൻ മാത്രം വ്യത്യാസമുണ്ട്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. ക്യാരി ചെയ്യുന്ന ലോഡ് അനുസരിച്ച് നമുക്ക് 5 സ്റ്റെപ്പിൽ ഈ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൈഡറിൻ്റെ അടുത്തേക്ക് പൊന്തി നിൽക്കുന്ന ആവശ്യത്തിന് വിടുത്തൊക്കെയുള്ള ഒരു കംഫർട്ടബിൾ റൈഡിംഗ് പൊസിഷൻ തരുന്നൊരു ഹാൻഡിലാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആനലോഗ് ആയിട്ടുള്ളൊരു സിമ്പിൾ സ്പീഡോമീറ്റർ കാണാം. അതിൻ്റെ അകത്ത് ചെറിയൊരു ഓഡോമീറ്റർ, പിന്നെ താഴെ 2 സിഗ്നൽസ് ഉണ്ട്. ആ റെഡ് സിഗ്നൽ നമ്മുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ റിമൈൻഡറാണ്. പിന്നെ ബ്ലൂ സിഗ്നൽ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചറിൻ്റെ സിഗ്നലുമാണ്. സൈഡ് സ്റ്റാൻഡ് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ സിഗ്നൽ റെഡായിട്ട് ഇങ്ങനെ കാണും. ആ സൈഡ് സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സിഗ്നൽ ഓഫ് ആവുകയും ചെയ്യും. ഇത് സേഫ്റ്റി പരമായിട്ട് വളരെ അത്യാവശ്യമുള്ളൊരു ഫീച്ചറാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ആനലോഗ് ആയിട്ടുള്ള ഫ്യൂവൽ ഗേജ് കാണാം. താഴെ ന്യൂട്രലിൻ്റെ സിഗ്നൽ, എൻജിൻ കംപ്ലൈൻറ്റിൻ്റെ സിഗ്നൽ, ഹെഡ്ലൈറ്റിൻ്റെ സിഗ്നൽ. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സിഗ്നൽ പണ്ടത്തെ പോലെ തന്നെ കീൻ്റെ അടുത്ത് ലെഫ്റ്റിലും റൈറ്റിലും സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നതും കാണാം. ഹാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും പ്രസ് ആൻഡ് റിലീസിൻ്റെ വേണ്ടി 2 പ്രാവശ്യം പ്രസ് ചെയ്യുന്നുണ്ട് ഒരു ബട്ടണാണ്. പഴയതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഹാൻഡിലെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലൂ ബട്ടൺ
ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചറിൻ്റെ ബട്ടണാണ്. നമുക്കിത് ഓണാക്കാനും ഓഫാക്കാനും. അതായത് നമുക്ക് ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫായിട്ട് നമുക്ക് ഫ്യൂവൽ കൺസംഷൻ വളരെ രീതിയിൽ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ്. പിന്നെ താഴെ നമുക്ക് ഇഗ്നിഷൻ ഓണാക്കാനുള്ള ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു USB പോർട്ടുമുണ്ട്, ചാർജിങ് പോർട്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വരാം. ഇത് എന്ത് സുഖമാണെന്നറിയാം ഇത് തിരിക്കാനും ഓടിക്കാനൊക്കെ. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്, പിന്നെ മാത്രമല്ല സീറ്റ് ഹൈറ്റ് വളരെ കുറവായതുകൊണ്ടും എത്ര ഷോർട്ട് റൈഡേഴ്സിനും വളരെ കൂളായിട്ട് ഓടിച്ചെടുക്കാൻ പറ്റും. ഹാൻഡിൽ ഒരു പ്രത്യേക കംഫർട്ടാണ് കേട്ടോ. ഇതൊരു സീറ്റിംഗ് പൊസിഷൻ. എനിക്ക് തോന്നുന്നു ലോങ് ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ബോഡി പെയിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. എൻജിൻ വളരെ റിഫൈൻഡ് ആയിട്ടുണ്ട്. ഞാൻ കുറേ കാലമായി സ്പ്ലെൻഡർ ഓടിച്ചിട്ട്, പക്ഷേ എൻജിൻ റിഫൈൻമെൻറ്റും അതുമാത്രമല്ല ഗിയറിൻ്റെ ഒക്കെ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. ലോവർ RPM ഗിയർ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതും കൂടി ഈ ഒരു എൻജിൻ്റെ ട്യൂണിങ്ങിന് പ്രത്യേകതയാണ്. കമ്പനി പറയുന്ന മൈലേജ് 90 കിലോമീറ്ററാണ്. പക്ഷേ ആ ഒരു 90 കിലോമീറ്ററിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ 30-50 സ്പീഡിൽ ഇതിനിടയിൽ ഗിയർ ഷിഫ്റ്റുകൾ കൊണ്ടുവരണം. ആ ഒരു അതിലേറെ ആക്സിലറേഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കമ്പനി പറയുന്ന മൈലേജ് കിട്ടില്ല. അപ്പോൾ എക്കോണമിക്കൽ റൈഡിനായിരിക്കും ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത്. നമ്മൾ സാധാരണ എല്ലാ വണ്ടികളും കാണുന്ന പോലെ തന്നെ. ഹാൻഡ്ലിങ് വളരെ കംഫർട്ടബിളാണ്. പിന്നെ സീറ്റ് ഹൈറ്റ് നമുക്ക് വളരെ കുറവായതുകൊണ്ട് 799 mm സീറ്റ് ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര ഷോർട്ട് റൈഡേഴ്സിനും നമുക്ക് സ്കൂട്ടറൊക്കെ എടുത്ത് പോകുന്ന പോലെ ഓടിച്ചു കൊണ്ടുപോകാം. ഇനി സസ്പെൻഷൻ ഒന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ പറ്റിയ സസ്പെൻഷൻ തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹൈഡ്രോളിക് സസ്പെൻഷൻ. തീരെ സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നില്ല. വളരെ കംഫർട്ടബിളാണ്. നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന രീതിയിലൊരു സസ്പെൻഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബൈക്കുകളൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും, ഇതിൻ്റെ മോഡൽ മാറുമല്ലോ, ഒരു ട്രെൻഡ് മാറുമല്ലോ. പക്ഷേ സ്പ്ലെൻഡറിൻ്റെ ഒരു പ്രത്യേകത, അത് ഇറങ്ങിയ കാലം തൊട്ടേ ഒരേ മോഡലായതുകൊണ്ട് ഇതിൻ്റെ മോഡൽ മാറുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് ഈ കമ്പനീനെ ശരിക്കും ആ ഒരു കാര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മൾ ഹയർ RPM ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ RPM ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ നമ്മൾ ഗെയിൻ ചെയ്യുന്ന സ്പീഡിൻ്റെ ആ ഒരു പവർ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്കോണമിക്കലായിട്ട് ഓടിച്ചു കഴിഞ്ഞാലും ഇതിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. വണ്ടിയുടെ എക്സ്-ഷോറൂം പ്രൈസ് ഇപ്പോൾ വരുന്നത് 70,450 രൂപയാണ്. ഓൺ റോഡ് ഏകദേശം അറൗണ്ട് ഒരു 88,000 രൂപേൻ്റെ അറൗണ്ട് ഫിഗർ വരും ഓൺ റോഡ് പ്രൈസ്. ഏറ്റവും മികച്ച റൈഡിങ് കംഫേർട്ടും ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും മൈലേജും തരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോംബി ബ്രേക്ക് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം കൂടി കൊണ്ടുവരായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് സ്പ്ലെൻഡർ ഉപയോഗിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതുകൊണ്ട് ലോങ് റൈഡ് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ്, ലോങ് റൈഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്പ്ലെൻഡറുമായിട്ടുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ സലാം.